ഹായ്, ഞാൻ സായിദ് പയ്യന്നൂർ, സൈക്കോളജിസ്റ്റാണ്. നാർസിസ്റ്റുകൾ പല രീതിയിൽ പണി തരുന്നവരാണെന്ന് നമുക്കറിയാം. പല വെറൈറ്റി പണികൾ അവരുടെ അടുത്ത് കിട്ടിക്കൊണ്ടേയിരിക്കും. അത്തരത്തിലുള്ളൊരു പണിയെ പറ്റിയാണ് ഇന്ന് പറയാൻ പോകുന്നത്. പ്രധാനമായും അവർ ഗിഫ്റ്റ് നൽകും, സമ്മാനങ്ങൾ. യഥാർത്ഥത്തിൽ സമ്മാനങ്ങൾ എന്തിനാണ് നൽകുന്നത്? മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനും ബന്ധം ഊഷ്മളമാക്കാനും. പക്ഷേ ഇവർ സമ്മാനങ്ങൾ നൽകുന്നത് മറ്റുള്ളവരെ ദ്രോഹിക്കാനും ഇൻസൾട്ട് ചെയ്യാനും കുറ്റപ്പെടുത്താനും അവഗണിക്കാനൊക്കെ ആയിരിക്കും. ഇത് ആർക്കും മനസ്സിലാവില്ല. തൊട്ടടുത്ത ചുറ്റുപാടുമുള്ള ആർക്കും മനസ്സിലാവില്ല. അനുഭവിക്കുന്ന വിക്ടിമിനും ചിലപ്പോൾ മനസ്സിലാകണമെന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇതൊരു വീഡിയോ ആയിട്ട് തന്നെ പറയുന്നത്. ഒന്നാമത്തെ ഇവരുടെ ഗിഫ്റ്റിനെ പറ്റി നമുക്ക് നോക്കാം. ഒന്നാമത്തെ ഒരു ഗിഫ്റ്റ് എന്ന് പറയുന്നത്, ഇവർ നമുക്ക് പാകമാവാത്ത, നമുക്കൊരിക്കലും ചേരാത്ത ചില സാധനങ്ങൾ സമ്മാനമായിട്ട് തരും. ഒരു എക്സാമ്പിൾ, നമ്മുടെ ബർത്ത്ഡേക്കോ മറ്റ് പ്രോഗ്രാമിനോ കല്യാണത്തിനോ ഒരു ഡ്രസ്സ് തരാണ്. ഈ ഡ്രസ്സ് നമ്മുടെ സൈസിനേക്കാളും നമ്മുടെ പാകത്തിനേക്കാളും വലുതാണ്. നമുക്കത് ഇടാൻ സാധിക്കില്ല. നമ്മൾ ചിലപ്പോൾ നിർബന്ധിതമായിട്ട് ഇടേണ്ടി വരും. അപ്പോൾ ഇവർ പറയും, നിസാരമായിട്ട് പറയും, നീ മെലിഞ്ഞോ, അല്ലെങ്കിൽ നീ തടി വെച്ചോ, ചെറുതാണെങ്കിൽ നീ തടി വെച്ചോ, വലുതാണെങ്കിൽ നീ മെലിഞ്ഞോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളെ ബോഡി ഷെയിം ചെയ്യാണ്. നമ്മുടെ ബോഡി ഇപ്പോൾ ഫിറ്റല്ല, ഓക്കെ അല്ല എന്ന ഇൻഡയറക്റ്റ് മെസ്സേജ് തരികയും ചെയ്യാണ്. മാത്രവുമല്ല, ഈ വസ്ത്രം നമ്മൾ ധരിച്ചില്ലെങ്കിൽ അവർക്ക് ദേഷ്യം ഉണ്ടാവും, വിഷമം ഉണ്ടാവും, കുറ്റപ്പെടുത്തും. ഞാൻ അത്ര കഷ്ടപ്പെട്ട് വാങ്ങിയൊരു സമ്മാനമാണ്, അതുപോലും ധരിക്കുന്നില്ലല്ലോ. അപ്പോൾ നമുക്ക് നിർബന്ധമായിട്ട് ഈ പാകമാവാത്ത ഡ്രസ്സ് ധരിക്കേണ്ട ഒരു അവസ്ഥ വരും. അതേപോലെ നമുക്കിഷ്ടമില്ലാത്ത കളറോ നമുക്കിഷ്ടമില്ലാത്ത പാഷനൊക്കെ തരും. എന്നിട്ടത് ധരിക്കാൻ നിർബന്ധിതമാവുകയും ചെയ്യും. അപ്പോൾ ഇത് ധരിച്ചു പോകുന്ന സമയത്ത് വളരെയധികം ഇൻസെക്യൂരിറ്റീസ്, വല്ലായ്മ നമ്മൾ അനുഭവിക്കും. ഇത് കണ്ട് അവർ ആസ്വദിക്കും. ഇതാണ് ഒന്നാമത്തെ രീതിയിലുള്ള സമ്മാനം. ഇനി ഇതിൻ്റെ ചേർത്ത് പറയാനുള്ളത്, ചില സമ്മാനങ്ങൾ നമുക്ക് നമ്മുടെ ഇൻഫീരിയറിറ്റി ഒന്നും കൂടി ശക്തിപ്പെടുത്താൻ അവർ ചെയ്യും. ഉദാഹരണം പറയാം, നമ്മുടെ ബോഡിയൊക്കെ ഫിറ്റാണ്, നല്ല ഓക്കെയാണ്. ആ സമയത്ത് നമുക്ക് ഓടാനുള്ള ട്രെഡ്മില്ല് മെഷീൻ അടക്കം വാങ്ങിത്തരും. അതിനെക്കൊണ്ട് ഉദ്ദേശിക്കുന്നത് കുറച്ച് പൈസ ചിലവായി കഴിഞ്ഞാലും നീ അത്ര പോരാ, നീ ഒന്ന് ഓടിച്ച് മെച്ചപ്പെടുക എന്നൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ വയറ് കുറയാനുള്ള എന്തെങ്കിലും എക്സസൈസിനുള്ള സാധനങ്ങൾ, അതല്ലെങ്കിൽ തടി കുറയാനുള്ള മരുന്നുകൾ, ഇതൊക്കെ സമ്മാനമായിട്ട് തരും. ഇതൊക്കെ സമ്മാനമല്ല, യഥാർത്ഥത്തിൽ നമ്മുടെ ഇൻഫീരിയോറിറ്റി, ഇൻസെക്യൂരിറ്റീസ് വലുതാക്കാനുള്ള ആയുധം മാത്രമാണ്. ഇനി രണ്ടാമത്തെ സമ്മാനം എന്ന് പറയുന്നത് അവർക്ക് വേണ്ടിയിട്ടുള്ള സമ്മാനമാണ്. ഉദാഹരണം പറയാം, അവർക്ക് ഏതെങ്കിലും ഒരു ഫുഡ് ഇഷ്ടമാണ്. ആ ഫുഡ് ഉണ്ടാക്കാൻ എന്തെങ്കിലും സ്പെഷ്യലായിട്ടുള്ള മെഷീനൊക്കെ ആവശ്യമുണ്ട്. എന്നാൽ അത് വാങ്ങിത്തരും. എന്നിട്ട് എല്ലാവരും മുമ്പിലും ഞാൻ സമ്മാനമായിട്ട് എടുത്തോളൂ എന്ന് പറഞ്ഞിട്ട് കൊടുക്കും. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇതുകൊണ്ട് അവർക്കാണ് നേട്ടം ഉണ്ടാവുക. ചെയ്തു കൊടുത്തില്ലെങ്കിലോ, നിനക്കൊരു സമ്മാനം വാങ്ങി തന്നിട്ട് പോലും നീ അത് ഉപയോഗപ്പെടുത്തുന്നില്ല, അല്ലെങ്കിൽ നീ എനിക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല എന്ന ജൽപ്പനമായിരിക്കും കേൾക്കാം. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ രീതി. ഇനി മൂന്നാമത്തെ രീതി എന്ന് പറയുന്നത്, നമുക്ക് ഒട്ടും അറിയാത്ത സാധനം സമ്മാനങ്ങളായിട്ട് തരും. ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ വായനയെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പം അങ്ങനെയുള്ള സമയത്ത് നമ്മുടെ ആനിവേഴ്സറി വരികയാണ്. ഈ ആനിവേഴ്സറിക്ക് നമുക്ക് പുസ്തകം വാങ്ങി തന്നാൽ സന്തോഷത്തോടെ വായിക്കും, അത് അവർക്കറിയാം. പക്ഷെ അവരത് ചെയ്യൂല. പകരം അവർ നമുക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും ഒരു സാധനം സമ്മാനമായിട്ട് തരും, ഒരു വാക്യൂം ക്ലീനറോ മറ്റോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒട്ടും പ്രയോജനം ഉണ്ടാവില്ല. ചിലപ്പോൾ നമ്മളെ വീട്ടിന് ഉപകാരം ഉണ്ടാവില്ല. ആ രീതിയിലുള്ള സമ്മാനങ്ങൾ തരും. ഇത് വാങ്ങി വെക്കുക എന്നല്ലാണ്ട് ഒരു പ്രയോജനം ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെയുള്ളതാണ് മൂന്നാമത്തെ രീതിയിലുള്ള സമ്മാനങ്ങൾ. നാലാമത്തെ സമ്മാനം എന്ന് പറയുന്നത് നമുക്ക് പണി തരുന്ന സമ്മാനമാണ്. അതായത് നമുക്കിട്ട് പണി. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമുക്ക് നായ്ക്കുട്ടിയോ അല്ലെങ്കിൽ പൂച്ചക്കുട്ടീനോ തീരെ ഇഷ്ടമില്ല, നമുക്കൊരു തരം അസ്വസ്ഥത ഉണ്ട്, അല്ലെങ്കിൽ അലർജി ഉണ്ട്. ഈ ജീവി വന്നാൽ നമുക്ക് ടച്ച് ചെയ്താൽ അലർജി ഉണ്ട്. അങ്ങനെയുള്ള ആൾക്കാരുണ്ടല്ലോ. അങ്ങനെയുള്ള ആൾക്കാർക്ക് കറക്റ്റ് അങ്ങനെയുള്ള സമ്മാനങ്ങൾ നൽകും. എന്നിട്ട് എല്ലാവരോടും പറയും, നമ്മൾ മൃഗത്തിനെ സ്നേഹിക്കണം, നമ്മൾ ജീവികളെ സ്നേഹിക്കണം, നമ്മളെ ഒറ്റപ്പെടൽ മാറും. അങ്ങനെയൊക്കെ വേദാന്തങ്ങൾ, ഫിലോസഫിയൊക്കെ പറയും. ആൾക്കാർ മുമ്പിൽ സമ്മാനമായിട്ട് നൽകും. അപ്പോൾ ആൾക്കാർ പറയും, എത്ര നല്ല ഹസ്ബൻഡ്, അല്ലെങ്കിൽ എത്ര നല്ല വൈഫ്, എത്ര നല്ല പിതാവ്, എത്ര നല്ല മാതാവ് എന്നൊക്കെ പറയും. യഥാർത്ഥത്തിൽ ഇതുകൊണ്ട് പണിയാണ് ആർക്ക് കിട്ടുക? ഈ വിക്ടിമ് കിട്ടുക. കാരണം വിക്ടിമിന് ഇതിനെ മേയിച്ച് നടക്കാൻ പറ്റില്ല. മാത്രവുമല്ല, ഇങ്ങനെ മേയിച്ച് നടക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഫിസിക്കലായിട്ട് പ്രയാസങ്ങളുണ്ടാവും. മറ്റ് കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. ഇഷ്ടപ്പെട്ട പാഷനൊന്നും ചെയ്യാൻ പറ്റില്ല. ആകെ കുടുങ്ങിയ അവസ്ഥ ഉണ്ടാവും. ഈ കുടുങ്ങിയ അവസ്ഥ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും ഇങ്ങനെ ഗിഫ്റ്റുകൾ നൽകും. ഇനി അഞ്ചാമത്തെ ടൈപ്പ് ഗിഫ്റ്റിനെ പറ്റി നോക്കാം. അവർക്ക് വില പിടിപ്പുള്ള സാധനങ്ങൾ വാങ്ങും. അതേ സമയത്ത് നമുക്ക് ഏറ്റവും വില കുറവുള്ള സാധനങ്ങൾ വാങ്ങും. ഉദാഹരണം പറയാം, അവർ ബ്രാൻഡഡ് ആയിട്ടുള്ള വലിയ വലിയ ഷോപ്പിൽ നിന്നുള്ള വസ്ത്രങ്ങളോ മറ്റോ വാങ്ങും. നമുക്ക് റോഡ് സൈഡിൽ നിന്നുള്ള വസ്ത്രങ്ങൾ വാങ്ങും. അപ്പോൾ ഈ കമ്പാരിസൺ നമുക്കറിയാം, നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം നമുക്കൊരു ലോക്കൽ സാധനമാണ്. യഥാർത്ഥത്തിൽ സമ്മാനമായിട്ടാണ് നൽകുന്നത്. എന്നാൽ നീ ഒട്ടും മൂല്യമുള്ള ആളല്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള സമ്മാനങ്ങൾ നൽകുന്നത്. നമുക്കറിയാം ഇവർ ഉപയോഗിക്കുന്നത് എന്താണ്, നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്. അപ്പോൾ ആ ഒരു ഏറ്റക്കുറച്ചിൽ കാണിക്കുമ്പോൾ നമുക്ക് അസ്വസ്ഥത ഉണ്ടാവും, നമുക്കൊരു ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യും, നമുക്ക് ഇവരോട് കോമ്പറ്റൻറ്റ്, ചേരാത്ത ഒരാളായിട്ട് ഫീൽ ചെയ്യും. അത് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള സമ്മാനങ്ങൾ നൽകുക.
അതിന് അടുത്ത സമ്മാനം, ഏറ്റവും ലാസ്റ്റ് പറയാനുള്ള സമ്മാനം എന്ന് പറയുന്നത്, എല്ലാവരും മുമ്പിൽ ചിലപ്പോൾ ഏറ്റവും നല്ല മനോഹരമായ റിങ്, വളകൾ അല്ലെങ്കിൽ മറ്റു സാധനങ്ങളൊക്കെ സമ്മാനങ്ങൾ നൽകും. അപ്പോൾ ആൾക്കാരൊക്കെ കാണുന്ന സമയത്ത് എന്ത് നല്ല ഫാമിലി, എന്ത് നല്ല ഹസ്ബൻഡ് ആൻഡ് വൈഫ്, എന്ത് നല്ല മാതാപിതാക്കൾ, മക്കൾ. പക്ഷേ യഥാർത്ഥത്തിൽ ഈ വിക്ടിം ഇത് വാങ്ങുന്നത് വളരെ പ്രയാസത്തോടെ, വിമിഷ്ടത്തോടെ ആയിരിക്കും. എല്ലാവരും മുമ്പിലും ഇളിച്ചുകൊണ്ട്, എല്ലാവരും മുമ്പിലും നിർബന്ധിതമായിട്ട് ചിരിച്ചുകൊണ്ടായിരിക്കും വാങ്ങാം. അവർക്കറിയാം ഇത് എന്നോട് കാണിക്കുന്ന സ്നേഹമല്ല, എല്ലാവരെയും കാണിക്കാനും എല്ലാവരെയും ബോധ്യപ്പെടുത്താനും ആണിത് ചെയ്യുന്നത്, എന്നോടുള്ള സ്നേഹമല്ല എന്ന് കൃത്യമായിട്ട് അവർക്ക് ബോധ്യപ്പെടും. അപ്പോൾ ഇങ്ങനെ ഗിഫ്റ്റുകൾ നൽകുന്നതിലൂടെ, ശ്രദ്ധിക്കണേ, ഇതൊരു ഗിഫ്റ്റ്, സമ്മാനങ്ങളാണ് നൽകുന്നത്. ഇങ്ങനെ സമ്മാനങ്ങൾ നൽകുന്നതിലൂടെ ഇവർ ബോധ്യപ്പെടുത്തുന്ന കാര്യം, നീ എനിക്കാരുമല്ല, നിന്നെ ഞാൻ ഇൻസൾട്ട് ചെയ്യുകയാണ്, നിന്നെ ഞാൻ ഉപേക്ഷിക്കുകയാണ്, നിന്നെ ഞാൻ അപകർഷതാബോധം ഉണ്ടാക്കുകയാണ് എന്ന മെസ്സേജാണ്. എന്നാൽ ഇത് ആർക്കും മനസ്സിലാവില്ല, ചുറ്റുമുള്ള ആർക്കും മനസ്സിലാവില്ല. ചിലപ്പോൾ ഈ വിക്ടിമിന് പോലും മനസ്സിലാവില്ല. എനിക്ക് തോന്നുന്നത് ഈ വീഡിയോ കാണുമ്പോഴായിരിക്കും പല ആൾക്കാർക്കും കത്തുന്നത്. ഏതായാലും നിങ്ങൾ ഇത്തരം സമ്മാനങ്ങൾ വാങ്ങിയവരാണെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക. വീണ്ടും കാണാം. നന്ദി.